ഗൈസ്, വെൽക്കം ബാക്ക് ടു 3 ഡ്രാഗൺസ്. അപ്പോൾ ചാനലിൻ്റെ പേര് മാറ്റിയിരുന്നു, എല്ലാവരും അറിഞ്ഞില്ലേ? അപ്പോൾ ഗൈസ്, ഇന്ന് ഞങ്ങൾ രാത്രി 7:30 കഴിഞ്ഞ് കാണാം. അപ്പം ഞങ്ങൾ ഇന്ന് ഹൊറർ സ്റ്റോറി ആയിട്ടാണ് വന്നത്. ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ കുറേ സ്റ്റോറി ഇങ്ങനെ പറയും, ഹൊറർ സ്റ്റോറി വെറുതെ ഇരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ പറഞ്ഞതിൽ കുറേ അപ്പം ഞാനിപ്പോൾ പറയണേ എങ്ങനത്തെന്ന് വെച്ചാൽ യൂട്യൂബിൽ കണ്ടൊരു കാര്യമാണ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിൽ മൂന്ന് കൊച്ചു ചേച്ചിമാരുണ്ടായിരുന്നു. ആ ചേച്ചിമാരെന്ന് പറയുമ്പോൾ ഒരു ചേച്ചിയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ദൈവത്തിൻ്റെ വിശ്വാസം കൊണ്ട് നടക്കണമായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ഒരു ദിവസം ദൈവത്തിൻ്റെ ഇങ്ങനെ വിശ്വാസം കൊണ്ടൊക്കെ നടന്നത്. അപ്പോഴത്തേക്കിനും ഇങ്ങനെ എൻകറേജ് ചെയ്ത് ആ ചേച്ചി അപ്പോൾ ഇങ്ങനെ എടുക്കിടക്കും. അപ്പോൾ ഒരു ദിവസം അവരിങ്ങനെ ഫസ്റ്റ് മൂന്ന് ചേച്ചിമാരുണ്ട്. അപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ, ഒരു ചേച്ചിയുടെ പേര് ഡയാന, ഒരു ചേച്ചിയുടെ പേര് ഡോണ, ഒരു ചേച്ചിയുടെ പേര് ഡോറ എന്നാണ്. നാലാമതൊരു ചേച്ചി ഇങ്ങനെ ഹോസ്റ്റലിൽ ചേരാൻ പോകും. ആ ചേച്ചിക്ക് എന്തോ ഒരു ഭയങ്കര ഇതായിരുന്നു, ജോലിക്ക് എങ്ങാണ്ട് കയറണം എന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ സമ്മതിച്ചില്ല. അപ്പോൾ ലാസ്റ്റ് ഹോസ്റ്റലിൽ ചേർത്തതാണ്, അപ്പോൾ അവിടെ നിന്ന് പഠിക്കാനായിട്ട്. അപ്പോൾ ആ ചേച്ചി ഹോസ്റ്റലിലോട്ട് വരിക. അപ്പോഴത്തേക്കിനും ആ ചേച്ചിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, പെട്ടെന്ന് അറിയാൻ പറ്റും എന്തെങ്കിലുമൊക്കെ. ആ ചേച്ചിക്ക് തോന്നുന്നില്ല സത്യമാണ്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് എന്തെങ്കിലും തോന്നുന്നത് അപ്പോൾ ആ ചേച്ചി പറഞ്ഞാൽ സത്യം. അപ്പോൾ ആ ചേച്ചിക്ക് എന്തൊക്കെ തോന്നുന്നത് അതൊക്കെ സത്യമായിരിക്കും. അപ്പോൾ ഒരു ദിവസം ആ ചേച്ചി ഇങ്ങനെ കയറിയപ്പോഴത്തേക്കും ആ ചേച്ചിക്ക് എന്തോ ഒരു വല്ലാത്തൊരു സ്പിരിറ്റ് ഉള്ളത്. അപ്പോഴത്തേക്കും ആ ചേച്ചി അവിടെ കൊണ്ടുവന്ന ഒരു ചേട്ടൻ. അപ്പോൾ അവർക്ക് വീട്ടുകാർക്കൊന്നും സമ്മതമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ കൂടെ ആ ചേച്ചി വന്നു. അപ്പോൾ ആ ചേട്ടനാണ് ആ ചേച്ചിയുടെ കാര്യമെല്ലാം നോക്കണ്ടേ. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ആ ചേച്ചി പറഞ്ഞു, നമുക്ക് വേറെ വല്ല ഹോസ്റ്റലും നോക്കാം, ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കിനും ആ ചേട്ടൻ പറഞ്ഞു, നിനക്ക് തോന്നണേ അത് കുഴപ്പമൊന്നുമില്ലാന്ന്. പക്ഷെ ആ ചേച്ചിക്ക് ശരിക്കും പേടിയൊക്കെ ഉണ്ട്. എന്നിട്ട് ലാസ്റ്റ് ആ ചേച്ചി വന്നു. അപ്പോൾ ഒത്തിരി വിശ്വാസമുള്ള ആ ചേച്ചിയുടെ പേരാ ഡയാന. അപ്പോൾ ആ ചേച്ചി എന്നിട്ട് പറഞ്ഞു, എന്നാണ് കാണിക്കണേ, അപ്പോൾ ചെറുതായിട്ട് ഇതായിട്ടൊക്കെ ഉണ്ടാകണ്ട ഞാൻ ടേസ്റ്റ് ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ചേച്ചി പിന്നെ ഇതായിട്ട് തരും. അപ്പോൾ ആ ചേച്ചി റൂമിലോട്ട് പോയപ്പോഴത്തേക്കിന് ചേച്ചി ഇങ്ങനെ റൂം എടുത്ത് വെക്കുക. അപ്പോൾ അവർ 3 പേര് വന്നിട്ട് പറഞ്ഞു, നിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കുക. അപ്പോഴത്തേക്ക് ആ ചേച്ചിയുടെ പേര് പ്രീതിതാന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും അവർക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡയാന എന്ന് പറഞ്ഞ ചേച്ചിക്ക് ആ ചേച്ചി ഒത്തിരി ഇഷ്ടമായി. കാരണം ആ ചേച്ചിക്ക് എല്ലാം നല്ല ഒരു ഗുഡ് ഗേളാന്ന് പറഞ്ഞാൽ ഗുഡ് ഗേളാണ്. അപ്പോൾ ചേച്ചി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ അവർക്ക് 2 പേർക്കും ഇഷ്ടമായില്ല. അപ്പോൾ അവർ പറഞ്ഞു, അവർക്ക് എന്തോ ഒരു വിഷമം പോലെ. അപ്പോൾ ലാസ്റ്റ് അവർക്ക് അവൾ അവരുടെ കൂടെ പോയെന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും ഇങ്ങനെ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോയി. അന്നേരത്തേക്കിനും ഈ ഡയാന എന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞു, ഡോറയ്ക്കും ഡോണയ്ക്കും അവരത് കാര്യമാക്കണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് അവർ പോയപ്പോൾ വാതിലടഞ്ഞപ്പോഴത്തേക്കിനും അവർക്ക് ഭയങ്കരമായിട്ട് പേടി. അപ്പോൾ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ആ പ്രീതി എന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞു, നീ ഇവിടുന്ന് പൊക്കോ, നമുക്ക് ഇവിടെ ഇരിക്കണം ശരിയാവില്ല എന്ന് പറഞ്ഞു. എന്നിട്ടേക്കും ആ ചേച്ചി ആ പ്രീതി ചേച്ചീനെ വിളിച്ചുകൊണ്ട് ലാസ്റ്റ് വിളിച്ചുകൊണ്ടായിരിക്കും വാതിൽ തുറന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നിട്ട് വാതിൽ വീണ്ടും അടയും തുറക്കുകയൊക്കെ ചെയ്തത്തേക്ക് അവിടുത്തെ വാർഡനോട് ചെന്ന് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് വിളിക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രീതി ചേച്ചിനെ കൊണ്ടുപോയിട്ട് ആദ്യം ആ ചേട്ടനെ വിളിച്ചു. ആ ചേട്ടൻ്റെ പേരാണെന്ന് മാത്രം എനിക്കറിയത്തില്ല കേട്ടോ. എന്നിട്ട് ആ ചേട്ടനെ വിളിച്ചു. ആ ചേട്ടൻ പിറ്റേ ദിവസം രാവിലെ വന്നു. എന്നിട്ട് പറഞ്ഞു, അത് നിൻ്റെ തോന്നല, നീ ഇതുമായിട്ടത് കളഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. എന്നിട്ട് ലാസ്റ്റ് ആ പ്രീതി എന്ന് പറഞ്ഞ് ആ ചേച്ചിക്ക് എന്തോ ഇനിയപ്പോഴത്തേക്കും ആ ചേച്ചി പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കില്ല, എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ തോന്നുന്നു എനിക്കിതുമായിട്ട് സത്യം അല്ലാണ്ടായിട്ടില്ല, എനിക്കിപ്പോൾ തോന്നുന്നു സത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ്, എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞു. അന്നേരത്തേക്കിനും മറ്റേ ചേച്ചിക്ക് ഒരു കാര്യം മനസ്സിലായില്ല. ലാസ്റ്റ് ആ ചേച്ചി ചെന്ന് ചോദിച്ചു, പ്രീതി ചേച്ചിയും ഡയാന എന്ന് പറഞ്ഞ ചേച്ചിയും ചെന്ന് ചോദിച്ചു. അന്നേരത്തേക്കും വാർഡൻ പറഞ്ഞു, നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ മൈൻഡാക്കണ്ട, അതിപ്പോൾ ഫസ്റ്റ് വന്നതല്ലേ ഉള്ളൂ, അതൊക്കെ തോന്നിക്കോളൂ, വീട്ടിൽ നിന്ന് മാറി തന്നെ പേടിയൊക്കെ കാണാതെ കുഴപ്പമില്ല, മാറിക്കോളും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ വാർഡൻ സൈഡിൽ ഇരുന്ന കുറച്ച് ബുക്കും അതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ താഴോട്ട് പെട്ടെന്ന് വീണു. കുറച്ച് നേരം കഴിഞ്ഞത്തേക്കിനും അവരിങ്ങനെ എല്ലാവരും ഇങ്ങനെ പേടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്കിനും പിന്നെ വേറെ ഒരു ഫോൺ കോൾ വന്നു. എന്നിട്ട് ആരാന്നറിയില്ല, നമ്പർ കോളായിരുന്നു. അപ്പോൾ വാർഡൻ എടുത്തു. അന്നേരത്തേക്കിനും പറഞ്ഞു, പ്രീതി ഇല്ല ഇവിടെ എന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവളുടെ അച്ഛനും അമ്മയെ ഞങ്ങളോട് ചോദിക്കാണ്ട് അവളെ ഹോസ്റ്റലിലോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ പ്രശ്നമായി. എന്നിട്ട് ലാസ്റ്റ് അവളെ ഹോസ്റ്റലിൽ നിന്ന് മാറ്റാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കിന് ഈ സ്പിരിറ്റ് പ്രേതം ആ വാർഡൻ്റെ മേത്തോട്ട് കയറിയിട്ട് അവൾ ഈ ഹോസ്റ്റലിൽ നിന്ന് മാറ്റാൻ പറ്റില്ല, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രേതമാണ് ഇങ്ങനെ പറയുന്നത്, പറയിപ്പിക്കുക വാർഡനെ കൊണ്ട്.
എന്നിട്ട് ലാസ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ വാർഡൻ ഇങ്ങനെ മാറിയെന്ന് പറഞ്ഞിട്ട് ആ പ്രീതി എന്ന് പറഞ്ഞ ചേച്ചി ഇങ്ങനെ ഉണ്ടായിട്ടിരിക്കുക. അപ്പോൾ പിറ്റേ ദിവസം കൊണ്ടുപോകാനായിട്ട് ആ ചേട്ടൻ വന്നു. അവരെയൊക്കെ വിളിച്ച് വരുത്തിയിട്ടാണ് പെട്ടെന്ന് ഈ പ്രേതമൊക്കെ കയറിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ലാസ്റ്റ് ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, വാർഡൻ പറഞ്ഞു